ഒന്നും കൂടി പറഞ്ഞിട്ട് അതെങ്ങനെയായിരുന്നു? ഇല്ല തങ്കം, എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ഉണ്ടല്ലോ വെറും പെരുത്ത് വരുക. ഞാൻ മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ വണ്ടി നോക്കി ഇങ്ങനെ നോക്കി ഒരു വിളി. പേടിയായില്ലേ? പിന്നെ പേടിയായില്ല. എന്തൊരു ചോദ്യമാണ് ചേച്ചി ഇത്? ശബ്ദം കിട്ടണില്ല വിളിക്കാൻ. മരു വണ്ടി അവിടെ നിൽക്കില്ലേ? അവസാനം ഓടി ഓടിയെന്ന് പറഞ്ഞാ എങ്ങോട്ട് ഓടും? ഓടി വണ്ടി ദൂരത്തിലായിരുന്നില്ലേ? വണ്ടി ദൂരത്തില് ആന അവിടെ നിന്ന് ആ ഇങ്ങനെ. സൈഡിൽ എവിടെയെങ്കിലും നിന്ന് മുള്ളിയാ പോരായിരുന്ന ക്ലീറ്റോന്? തങ്ക, നിങ്ങൾ ഈ പറയണ പോലൊന്നും അല്ല. കാട്ടിലോട്ട് കയറി എന്ത് കാര്യത്തിനാ? മുള്ളാൻ സമയം തോന്നുമ്പോ അപ്പോഴല്ലേ നമുക്ക് മുള്ളാൻ പറ്റുള്ളൂ. ഓട്ടത്തിന്റെ ഇടയിൽ മുണ്ടും പോയി. ദൈവം മുണ്ടുവന്ന പോലെ പോണേ ഈ അയാളെ വന്നത് അവിടെ തമിഴായി. ഒരു ഭാഗ്യമല്ലേ? അയാൾ സൈക്കിളിൽ കൊണ്ട് പറഞ്ഞു തിരിച്ചൊന്നും കൊടുക്കണ്ടല്ലോ. എന്തിനിത്? അയ്യേ മോശം. അവര് സ്നേഹത്തോടെ തന്നല്ലേ. ഭാഗ്യം. അവിടെ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്നേഹമുള്ള മനുഷ്യൻ പറഞ്ഞുകൊണ്ടേ തന്നെ സൈക്കിളിൽ കയറ്റി എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഇതെല്ലാം എടുത്ത് സമാധാനിപ്പിച്ചിട്ട് കട്ടൻ ചായയെല്ലാം ഇട്ട് തന്ന്. ഞാൻ ഓർക്കണേ മുണ്ടെങ്കിൽ മുണ്ട്. ആ നേരത്തെ ഇതും കിട്ടിയില്ലെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ വരും ക്ലീറ്റോ? ആന എന്നെ വല്ലതും ചെയ്തിരുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. എന്തായാലും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കണം. ആ അളിയാ, പത്രത്തിൽ വാർത്തയുണ്ട്. അച്ചൻകോവിൽ ഭാഗത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം. റോഡരികിൽ മാവോയിസ്റ്റ് ഭീകരൻ സ്വയരക്ഷാർത്ഥം ഉപേക്ഷിച്ച നിലയിൽ ഒരു വെള്ളമുണ്ട് കണ്ടുകിട്ടി. അപ്പൊ അതില് പേരും ഉണ്ടോ ഡാഡി മുണ്ടില്? അല്ല മകളെ, വാക്കിടെ ഉണ്ട്. മുണ്ടിനൊപ്പം മാവോയിസ്റ്റ് ഭീകരനെ തിരിച്ചറിയാൻ സാധിക്കുന്ന വിധം ഒരു കറുത്ത പേഴ്സ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പൊ അത് ക്ലീറ്റോന്റെ അല്ല, വേറെ ആരുടെങ്കിലും ആയിരിക്കും. വേറെ ആരുമായി അപ്പൊ ഇന്നലെ വേറെ ആരെയും ആന ഓടിച്ചിട്ടുണ്ടോ? അപ്പൊ കൊറേ പേരുടെ മുണ്ട് പോയിട്ടുണ്ട് ഇന്നലെ. ഭാഗ്യം എന്റെ പൊന്നെ. നീ മാവോയിസ്റ്റും കൂടി ആയ വയ്യ. എങ്ങനെ യാത്ര പോണതിന് മുമ്പേ ഇവിടെ പുറകെ ഒരാളും വിളിയും ബഹളവും. ചായ ഇട്ടില്ല? ഇട്ടില്ലടാ, ഇച്ചിരി കഴിഞ്ഞിട്ട് തരാം. എന്താ എല്ലാരും കൂടെ? മച്ചമ്പി ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോ സത്യം പറഞ്ഞ മച്ചമ്പി ആന ഓടിച്ച കാര്യേ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എല്ലിപ്പണ്ണ സ്വപ്നത്തിലായിട്ട് പോലും ഞാൻ പേടിച്ചു പോയി. അപ്പൊ നേരിട്ട് എന്തുമായിരിക്കും? എന്റെ പൊന്നെ, അവിടെ അടുത്തെങ്ങാനും ഓടിയിട്ടുന്ന ആന. എന്നാ ആ സമയത്തൊന്ന് എന്നെ ഇറങ്ങി ഒന്ന് ഓടിക്കേ ബഹളം വെക്കേ എന്തെങ്കിലും ചെയ്ത ഒറ്റ എണ്ണം. നിന്നെ എന്തിനാ കൂടെ വിട്ടത്? എന്തിനാണ് ആ വഴിയിൽ വണ്ടി നിർത്തേണ്ട കാര്യം എന്താണ്? ആ അങ്ങനെയുള്ള വഴിയിൽ ചെയ്യാൻ പാടില്ലല്ലേ? ചായ ഇട്ടങ്ങ് കുടിച്ചു. മച്ചമ്പി എന്റെ പേഴ്സ് എന്ത് പേഴ്സ്? വഴി വെച്ച് വെള്ളം മേടിക്കാൻ നിർത്തിയപ്പോ ഞാൻ പൈസ ചോദിച്ചപ്പോ പേഴ്സ് എടുത്ത് തന്നില്ലേ? അത് നിന്റെ പേഴ്സിന്റെ നിറം എന്താടാ? കറുപ്പ്. പേഴ്സിനകത്ത് വേറെ വല്ലതും ഉണ്ടോ? അതിനകത്ത് പൈസ ഉണ്ട്, പിന്നെ വർക്ക്ഷോപ്പിലെ ബില്ല്, പിന്നെ ആധാറും ID പ്രൂഫ്. അതൊക്കെ അതിനകത്താണല്ലോ.